നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓം ശ്രീ ഗണേശായ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ജ്യോതിഷ രഹസ്യമായിട്ടുള്ള ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അതിപ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് കുംഭക്കൂറുകാരുടെ 2026, 2027, 2028 എന്നീ വർഷങ്ങളുടെ സമ്പൂർണ്ണ അവസ്ഥയാണ്. അതായത് 3 വർഷത്തെ കുംഭക്കൂറുകാരുടെ സമ്പൂർണ്ണ ജാതകം എന്നർത്ഥം. അതീവ നിർണായകമായിട്ടുള്ള ഒരു പ്രവചനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ 7.5 ശനി എന്ന് അവസാനിക്കും? ഭാഗ്യവാതിൽ എപ്പോഴാണ് തുറക്കുക? സാമ്പത്തിക നേട്ടം, തൊഴിൽ വിജയം, വിദേശയോഗം, വിവാഹയോഗം, സന്താന ഭാഗ്യം എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണമായിട്ട് പരിശോധിക്കാം. ശനി പ്രഭാവേ ദുഃഖാനി ഗുരു കൃപയാ സുഖാനി ച രാഹോ ഭ്രമേത് ഭവോ ലോകോ കേതു മോക്ഷപ്രദായക. ശനി നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുന്നതാണ്. ഗുരുവാകട്ടെ അനുഗ്രഹം നൽകുകയും ചെയ്യും. രാഹു നിങ്ങൾക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം. കേതു മോക്ഷത്തിലേക്കുള്ള ബോധം നൽകും. ഇപ്പോൾ നാം പരിശോധിക്കുന്നത് ഗോചരപ്രകാരമുള്ള ഫലങ്ങളാണ്. ഗോചരം അനുകൂലമാകണമെങ്കിൽ അനുകൂലമായിട്ടുള്ള ഇതേ സ്വഭാവത്തിലുള്ള ലഗ്നത്തിൽ ജനിക്കുക കൂടി വേണം. അതേപോലെ ദശാകാലവും അനുകൂലമാണെങ്കിൽ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും. മറിച്ചായാൽ ഗുണഫലങ്ങൾക്ക് കുറവുകൾ വരാം. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വീഡിയോയെ കാണുവാൻ. കുംഭക്കൂറുകാരുടെ 3 വർഷത്തെ ജാതകം പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ പൊതു സ്വഭാവത്തെ ഒന്നറിയാം. ഗുണവും ദോഷങ്ങളും അറിഞ്ഞിരുന്നു കൊണ്ട് അത് പരിഹരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കുംഭക്കൂറുകാർക്ക് സാധിക്കും. ശനി ഭരിക്കുന്ന രാശിയാണ്, ശനിയുടെ രാശിയാണ്, വായു തത്വം ഉള്ള രാശിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർ പൊതുവെ അതിയായ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും. വ്യത്യസ്ത ചിന്താഗതിക്കാരായിരിക്കും. സമൂഹത്തിന് ഉപകാരപ്പെടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ആത്മവിശ്വാസികളും ദീർഘദർശികളുമാണ്. മനസ്സിൽ ഒറ്റയ്ക്ക് സഹിക്കുന്നവരും പുറത്ത് ചിരിച്ചു കാണിക്കുന്നവരുമാണ്. അതായത് എന്തു വിഷമവും ഇവർ മനസ്സിൽ ഉള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ അത് അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ജീവിതത്തിൽ വൈകിയാണെങ്കിൽ പോലും വളരെയേറെ നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന രാശി കൂടിയാണ് കുംഭം രാശി എന്നത്. ഒഴിഞ്ഞ കുടമാണ് കുംഭത്തിന്റെ അടയാളം. ആ ഒഴിഞ്ഞ കുടത്തിനകത്ത് നിങ്ങൾ എന്ത് നിറയ്ക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുക. നിങ്ങൾക്കതിൽ വെള്ളം ഒഴിച്ചു നിറയ്ക്കാം, സ്വർണം ഇട്ടും നിറയ്ക്കാം. നിങ്ങളുടെ പ്രവൃത്തിയുടെ തീർച്ചയായിട്ടും തുല്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് കുംഭം എന്ന കുടത്തിന്റെ സൂചന. നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ വീഡിയോ കാണുക, ഗുണഫലങ്ങൾ ലഭിക്കും. ഫലങ്ങളെ പറയുമ്പോൾ നമുക്ക് ആദ്യം 2026 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. 2026 മെയ് മാസം വളരെ നല്ലൊരു മാസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. വ്യാഴം ജന്മരാശിയുടെ 5ാം രാശിയിലാണ് നിൽക്കുന്നത്. അതുമൂലം സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന മാസമാണ്. തൊഴിലിൽ നേട്ടമുണ്ടാകും. കുടുംബസൗഖ്യം, സന്താന സൗഖ്യം, നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. വ്യാഴത്തിന്റെ കടാക്ഷം കൊണ്ട് ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്ന മാസമാണ് എന്ന് പറയാം. ജൂൺ 2-ാം തീയതി വ്യാഴം രാശി മാറി 6ാമത്തെ രാശിയിലേക്ക് മാറുകയാണ്. കർക്കിടക രാശി ഉച്ച രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം. എന്നിരുന്നാലും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 6ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഇവിടെ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. 7 ശനി തുടരുകയാണ്. കൂടാതെ വ്യാഴം കൂടി അനിഷ്ടത്തിലേക്ക് മാറുന്നു. രാഹു ജന്മരാശിയിൽ നിൽക്കുന്നു. മനസ്സിനെ അസ്വസ്ഥമാക്കാം. കടബാധ്യതയൊക്കെ ഉണ്ടാകാം. തൊഴിലിൽ സമ്മർദ്ദമുണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സുഹൃത്തുക്കളൊക്കെ വഞ്ചിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായി ധനനഷ്ടം വരുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. 2026 നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലം എങ്ങനെ ഉണ്ടാവുമെന്ന് പരിശോധിക്കാം. വീണ്ടും ഭാഗ്യം വരുന്ന സമയമാണ്. വ്യാഴം 7ാം ഭാവത്തിലേക്ക് അഥവാ ചിങ്ങം രാശിയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹയോഗം ഉണ്ടാകാം. പങ്കാളിത്ത കാര്യങ്ങളിൽ വിജയമുണ്ടാകാം. ബന്ധങ്ങളിൽ പുരോഗതി, സാമ്പത്തിക ഉയർച്ച എന്നിവയും ഉണ്ടാകാം. എന്നാൽ ഡിസംബറിൽ രാഹു 12ാം ഭാവത്തിലേക്ക് പോവുകയാണ്. അതുമൂലം ഉറക്കക്കുറവ്, വിദേശയോഗം, ചെലവുകൾ വർദ്ധിക്കുക, മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ ഉണ്ടായേക്കാം. ഇനി കുംഭക്കൂറുകാർക്ക് 2027 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ജനുവരി മുതൽ ജൂൺ വരെ പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. ശനിയും രാഹുവും വ്യാഴവും ഒന്നും അനുകൂലത്തിലല്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സം, കുടുംബകാര്യങ്ങളിൽ വിഷമം,
മനസ്സിന് ക്ഷീണം, ശത്രുശല്യം ഇവയെല്ലാം ഉണ്ടാകാം. ധൈര്യം സർവത്ര സാധനം എന്നുള്ളതാണ് ഈ സമയത്ത് കുംഭക്കൂറുകാർ ചിന്തിക്കേണ്ടത്. ധൈര്യമാണ് എല്ലാ വിജയത്തിന്റെയും ആയുധം. 2027 ജൂൺ മുതൽ ഒക്ടോബർ 2027 വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് ഒന്ന് പരിശോധിക്കണം. ഇത് ഒരു അത്ഭുത കാലഘട്ടമാണ്. കുറച്ചു കാലത്തേക്കെങ്കിലും ഏഴര ശനിയിൽ നിന്ന് കുംഭക്കൂറുകാർക്ക് മോചനം ലഭിക്കുന്ന സമയമാണ്. ശനി മേടം രാശിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിൽ ഉയർച്ച, വിദേശയോഗം, വാഹനഭാഗ്യം, ബിസിനസ്സിലൊക്കെ ലാഭം, പ്രശസ്തി എന്നിവയും ലഭിക്കാം. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഈ സമയത്ത് ലഭിക്കാം. 2027 നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തെ പ്രത്യേകം പരിശോധിക്കാം. ശനി വീണ്ടും മീനൻ രാശിയിലേക്ക് എത്തുകയാണ്. ഏഴര ശനി വീണ്ടും തിരികെ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ശനി വീണ്ടും പരീക്ഷിക്കുകയാണ്. അതിനാൽ ധനനഷ്ടമുണ്ടാകാം, തെറ്റായ തീരുമാനങ്ങളിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ബന്ധങ്ങൾ വഷളാകാം, ബന്ധങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് കുംഭക്കൂറുകാർക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇനി 2028 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. 2028 എന്നുള്ളത് കുംഭക്കൂറുകാർക്ക് സുവർണ കാലഘട്ടമാണ്. 2028 ഫെബ്രുവരി 23 ശനി മേടം രാശിയിലേക്ക് മാറുകയാണ്. ശനി വീണ്ടും മേടം രാശിയിലേക്ക് മാറുകയാണ്. ഏഴര ശനി എന്നേക്കുമായിട്ട് അവസാനിക്കുകയാണ്. 7.5 വർഷമായിട്ടുണ്ടാകുന്ന ഏഴര ശനി ദുരിതത്തിന്റെ വിരാമം ഉണ്ടാകുന്ന കാലമാണ്. ഫെബ്രുവരി 23 മുതൽ ജൂലൈ വരെയുള്ള 6 മാസത്തിലധികമുള്ള സമയം ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളാണ്. ധനസമൃദ്ധി ഉണ്ടാകുന്നതാണ്, പുതിയ വീട് ഉണ്ടാകുന്നതാണ്, വാഹനം വാങ്ങാൻ സാധിക്കുന്നതാണ്, ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നതാണ്, നല്ല വിവാഹം നടക്കുന്നതാണ്, സന്താന ഭാഗ്യത്തിനും അനുകൂല സമയമാണ്, വിദേശത്തൊക്കെ പോകാൻ കഴിയുന്നതാണ്, സമൂഹത്തിൽ ബഹുമാനവും ലഭിക്കുന്നതാണ്. ഉദ്യമേനഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈ. പരിശ്രമിക്കുന്നവർക്കാണ് വിജയം ലഭിക്കുക. ഇനി 2028 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വ്യാഴം മാറുന്നത് കൊണ്ട് തന്നെ ചെലവുകൾ വർദ്ധിക്കാം. എന്നാൽ ശനിയും രാഹുവും സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരത, സമ്പാദ്യം, കുടുംബശാന്തി, ആത്മവിശ്വാസം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. 2028 അവസാനത്തോടെ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്താൻ കുംഭക്കൂറുകാർക്ക് സാധിക്കും എന്ന് പറയാം. കുംഭക്കൂറുകാർ ദോഷശാന്തിക്കായി അനുഷ്ഠിക്കേണ്ട പരിഹാര മാർഗങ്ങളെ കൂടി നമുക്ക് പറഞ്ഞു പോകാം. ഓം ശം ശനൈശ്വരായ നമ എന്ന മന്ത്രത്തെ എല്ലാ ശനിയാഴ്ചയും 108 പ്രാവശ്യം വീതം ജപിക്കുക. രാഹു ദോഷം ഇല്ലാതാക്കാനായിട്ട് ഓം രാം രാഹുവേ നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. വ്യാഴത്തിനായിട്ട് ഓം ബ്രം ബൃഹസ്പതിയെ നമ എന്ന മന്ത്രത്തെ ജപിക്കുക. പ്രത്യേകമായി ഹനുമാൻ സ്വാമിയെ ആരാധിക്കുക. കൂടാതെ ഭൈരവമൂർത്തിയെ ആരാധിക്കുക. ശാസ്താവിനെ വിളിക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പരീക്ഷണ കാലമാകാം. പക്ഷേ ഓർക്കുക, ശനി വൈകിപ്പിക്കും, പരീക്ഷിക്കും, പക്ഷെ നിരസിക്കില്ല. ഗുരു നിങ്ങൾക്ക് വൈകിയാണെങ്കിലും അനുഗ്രഹം നൽകും. 2028 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതും വലുതുമായിട്ടുള്ള ഉയരവും ഉദയവും ഉണ്ടാകുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കുംഭക്കൂറുകാർ ഒന്ന് ലൈക്ക് ചെയ്യുക. കമന്റായി ഓം ശനീശ്വരായ നമ എന്ന് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഓം ശനിദേവായ നമ. ഋഷിപ്രോക്തം ചാനലിൽ കൂടുതൽ വൈദിക ജ്യോതിഷ വീഡിയോകൾക്കായി കാത്തിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.